Hi all, myself Sandra, working as an optometrist in Ahalya Foundation Eye Hospital, Muattuyar. ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്യുന്നത് ഗ്ലോക്കോമയെ പറ്റിയാണ്. ഗ്ലോക്കോമ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ നാഡിഞരമ്പായ ഒപ്റ്റിക് നെർവിനെ ബാധിക്കുന്ന ഒരു തകരാറാണ്. നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ നോർമൽ ആയിട്ടുള്ള ഒരു പ്രഷർ ഉണ്ട്. നോർമൽ പ്രഷർ വാല്യൂ എന്ന് പറയുന്നത് 10 മുതൽ 20 mmHg ആണ്. കണ്ണിന്റെ പ്രഷർ കൂടുകയും അത് ഞരമ്പിനെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ ഒരു അക്യൂസ് ഫ്ലൂയിഡ് ഉണ്ട്. ഇത് പ്രോപ്പർ ആയിട്ട് സർക്കുലേറ്റ് ചെയ്ത് ബ്ലഡ് സ്ട്രീംസിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ കണ്ണിന്റെ പ്രഷർ നോർമലായി നിൽക്കുന്നത്. ഈ സർക്കുലേഷനിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ ഫ്ലൂയിഡ് നിൽക്കുകയും അത് പ്രഷർ വർദ്ധിപ്പിക്കുകയും അങ്ങനെ ഞരമ്പിനെ ബാധിക്കുകയുമാണ് ചെയ്യുന്നത്. ഇനിയും ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. ഏർലി സ്റ്റേജസിൽ ഇതിനധികം സിംറ്റംസ് ഒന്നും കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ സൈലന്റ് കില്ലർ എന്നാണ് അറിയപ്പെടുന്നത്. തിമിരം എന്നിവ രോഗങ്ങളിൽ നമുക്ക് നടുക്കാഴ്ചയാണ് ബാധിക്കുന്നത്. എന്നാൽ ഗ്ലോക്കോമയിൽ നമുക്ക് വശങ്ങളിലെ കാഴ്ചയാണ് നഷ്ടപ്പെടുന്നത്. ചിലരിൽ അപൂർവമായി കണ്ണിന്റെ ചുവപ്പ്, തലവേദന, ഛർദി എന്നിവയും കാണപ്പെടുന്നുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാന്നുള്ളതാണ്. പ്രോപ്പർ ആയിട്ടുള്ള ചെക്കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. നല്ലൊരു കൺസൾട്ടന്റിനെ കണ്ടതിന് ശേഷം കണ്ണിന്റെ കാഴ്ച നോക്കുക, അതിനുശേഷം കണ്ണിന്റെ പ്രഷർ നോക്കുക, പിന്നെ HFA, OCT എന്നിവ മെഷീൻ വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്, നമുക്ക് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിന്റെ പ്രഷർ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുള്ളിമരുന്ന് ഉപയോഗിച്ച് നമുക്ക് ടാർഗറ്റ് ആയിട്ടുള്ള ഒരു IOP പ്രഷറിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ലേസർ ട്രീറ്റ്മെന്റ്, സർജറി എല്ലാം ഇതിന്റെ ഓപ്ഷൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇനി എങ്ങനെയുള്ളവരിലാണ് ഇത് കൂടുതൽ കണ്ടുപെടുന്നതാണ്. 40 വയസ്സിന് മുകളിലുള്ളവർ, അതുപോലെ തന്നെ സ്റ്റിറോയിഡ് മെഡിസിൻ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഫാമിലി ഹിസ്റ്ററി ഓഫ് ഗ്ലോക്കോമ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ആൽക്കഹോൾ അല്ലെങ്കിൽ സ്മോക്കിംഗ് കൺസപ്ഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാം ഇത് കണ്ടുവരുന്നത് വളരെ കൂടുതലാണ്. ഈ പറഞ്ഞ റീസൺസ് ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു കൺസൾട്ടന്റിനെ കണ്ടതിന് ശേഷം ഗ്ലോക്കോമ ഇല്ലെന്നുള്ളത് വിലയിരുത്തുന്നത് വളരെ നല്ലതായിരിക്കും. താങ്ക് യു.